പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് ഇന്ന് ആദ്യം തന്നെ ദൈവം ഒരു കുടുംബത്തിന് തങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ കർത്താവായ ഈശോ എപ്രകാരം അവരിൽ പ്രവർത്തിച്ചു എന്ന് ഒരു സാക്ഷ്യം നമുക്ക് ശ്രദ്ധിച്ചിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജ്യോതി, ഇതെൻ്റെ ഭർത്താവ് രാമചന്ദ്രൻ, ഇതെൻ്റെ മക്കളായ ആര്യനാഥനും ആദിത്യനും. ഞാൻ രാമചന്ദ്രന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഇവർക്ക് 2 വർഷമായിട്ട് അലർജി ആയിരുന്നു. പുറം മുഴുവൻ അലർജി ആയിരുന്നു. മരുന്ന് ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും, പിന്നെയും മാറും, പിന്നെയും വരും. പുറം മുഴുവൻ അലർജി ആയിരുന്നു. ചൊറിച്ചിലായിരുന്നു. രാമചന്ദ്രൻ എത്ര വർഷമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്? 2 വർഷമായി. 2 വർഷമായിട്ട് പുറം മുഴുവൻ അലർജി, ചൊറിച്ചില്, ചൊറി, വ്രണം, പഴുപ്പ്, അല്ലെ? വ്രണമൊക്കെ ആവും അല്ലെ? ചൊറിഞ്ഞ് വ്രണാവില്ല, എന്നാലും കറുത്ത കുത്തായിട്ട് നിറയെ നിൽക്കും. നിറച്ചും പുറം മുഴുവനും അലർജി ആയിരുന്നു. പിന്നീട് ഞങ്ങൾ റൂഹാ മൗണ്ട് പോയ വർഷം 30-ാം തീയതി റൂഹാ മൗണ്ടിൽ അച്ഛന്മാര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സാംസൺ അച്ഛനും വട്ടേലച്ഛനും എല്ലാം ആളുകൾ അവിടെ അച്ഛന്മാരുടെ ആളുകൾ അവിടെ വന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ അച്ഛന്മാരുണ്ടാവും. അപ്പൊ അന്ന് വന്നപ്പോൾ അച്ഛന്മാരുണ്ടായിരുന്നു. വെഞ്ചിരിച്ച് അവിടെ എപ്പോഴും വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സാംസൺ അച്ഛനെ ഞങ്ങൾ കണ്ടു. അച്ഛൻ പറഞ്ഞു അവിടെ അച്ഛന്മാരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛനെ കാണാൻ അവസരം കിട്ടും. അന്ന് സാംസനെ കാണാൻ അവസരം കിട്ടി. റൂഹാ മൗണ്ട്, ഇതാണ് റൂഹാ മൗണ്ട്. ഈ റൂഹാ മൗണ്ടിലാണ് വന്നത്. ഇവിടെ ചെന്ന ഒരു ഓലയുടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്, പിന്നെ അവിടെ ഒരു കുരിശുണ്ട്. അവിടെ അങ്ങോട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹോളി വാട്ടർ തളിച്ച് വെഞ്ചിരിച്ച്. അപ്പൊ അച്ഛൻ കണ്ടു പറഞ്ഞു, തലയെ കൈവച്ചപ്പോൾ തന്നെ പറഞ്ഞു സാക്ഷ്യം പറയണം. വെഞ്ചിരിച്ച വെള്ളം കുളിക്കുമ്പോൾ ഒഴിക്കാനും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കുടിക്കാനും 30 ദിവസമാണ് പറഞ്ഞത്. 28 ദിവസത്തിലെ അത് പൂർണ്ണമായും 30 ദിവസം വെഞ്ചിരിച്ച വെള്ളം യൂസ് ചെയ്യാൻ പറഞ്ഞു. 30 ദിവസം തികയേണ്ടി വന്നില്ല. അല്ല, 28 ദിവസത്തിലെ അത് പൂർണ്ണമായി മാറി. 28 ദിവസം കംപ്ലീറ്റ് ഹീലിംഗ്. പിന്നെ അത് ഉണ്ടായിട്ടില്ല, അതുപോലെ ഹീലിംഗ് കൊടുത്ത് 28 ദിവസം ആയിട്ടുള്ളൂ. 28 ദിവസത്തിലേ മാറി. പിന്നെ 3 വെള്ളിയാഴ്ച, ആദ്യ വെള്ളിയാഴ്ച അവര് ധ്യാനം കൂടാന്ന് പറഞ്ഞിരുന്നു. 3 ആദ്യ വെള്ളിയാഴ്ച വന്ന് ഡിസംബറിൽ വന്നപ്പോൾ തന്നെ ഇവിടെ ആരാധന സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 4 ആൾ ആദ്യമായി സെഹിയോനിൽ വരുന്ന 4 ആളുടെ അലർജി യേശു പൂർണ്ണമായി എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒരാൾ ഇവരായിരുന്നു. രാമചന്ദ്രനെ കർത്താവ് ഈ ആലയത്തിൽ വെച്ച് കണ്ടു. അത്തിമര ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ പോലെ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ രാമചന്ദ്രനെ യേശു കണ്ടു, സുഖപ്പെടുത്തി. പിന്നീട് ഇവർ പുകവലിക്കുമായിരുന്നു. ഇപ്പൊ ഈ സാക്ഷ്യത്തോടു കൂടി പുകവലി പൂർണ്ണമായി ഉപേക്ഷിച്ചു. സാംസണത്തെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. രാമചന്ദ്ര എന്താ പറയണത്? രാമചന്ദ്രൻ മൈക്ക് കൊടുത്തേ. പുകവലി ഇനി മുതൽ എൻ്റെ മദ്യപാനം, പുകവലി ഏതും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. ഏത് സാധനവും ഉപേക്ഷിച്ച് കളഞ്ഞു. ഇനി കംപ്ലീറ്റ് നിർത്തി. നിർത്തി. നീ യേശുവിനെ നാം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്.
പ്രൈസ് ദി ലോർഡ്. മറ്റേ അലർജി കംപ്ലീറ്റ് പോയോ? അലർജി കംപ്ലീറ്റ് പോയി. കംപ്ലീറ്റ് പോയി. കംപ്ലീറ്റ് പോയി. ശരിക്കും ഒരു 1-2 വർഷമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ചോർച്ച് ഉറങ്ങാൻ പോലും പറ്റില്ല. ജോലിക്ക് പോകുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഉണ്ടായിരുന്നു ചൊറിച്ചിലുണ്ട്. എത്ര? 2 വർഷമായി. 2 വർഷമായിട്ട് 2 വർഷമായിട്ട് ഉറക്കാൻ പോലും വിട്ടില്ല, അതേപോലെ ചൊറിച്ചിലായിരുന്നു. കർത്താവ് യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചു അല്ലേ? യേശുനാമത്തിന്റെ ശക്തി, രോഗികളുടെ നാഥൻ, ഇതെല്ലാം ഞാൻ എപ്പോഴും വായിക്കും. ഹോളി സ്പിരിറ്റ് ഈവനിങ് കാണും. എല്ലാ ബുധനാഴ്ചയുള്ള ഹോളി സ്പിരിറ്റ് ഈവനിങ് കുടുംബമായിട്ട് കാണും. അഭിഷേകാഗ്നി കാണും. അതെല്ലാം ഞങ്ങൾ വിടാറില്ല, എപ്പോഴും കാണുന്ന ഒരു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആര്യനാഥൻ അതേമാതിരി ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വൈകുന്നേരം രാത്രിയൊക്കെ കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് മിണ്ടില്ല. ഭയങ്കരമായ ഒരു സ്വഭാവം. സാംസനച്ചൻ കൈവച്ചതിൽ പ്രാർത്ഥിച്ചതിൽ ഇന്ന് വരയ്ക്ക് ആ സ്വഭാവം ഉണ്ടായിട്ടില്ല. അത് ഡെലിവറൻസ് എന്ന് പറയും. ആ ഡെലിവറൻസ്, ആ കെട്ടുകൾ അഴിച്ചു പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ചൂടാവുക. ശരിക്കും നല്ല ഗൗരവമുള്ള വിഷയം തന്നെയാണ് ചൂടാകുന്നത്. ചൂടാകുന്ന സ്വഭാവം മാറി. രാത്രി ഉറങ്ങില്ല. 12 മണിവരെ ഞങ്ങൾ അവിടെ ഇരുത്തും. ഉറങ്ങില്ല. ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് അവിടെ ഇരിക്കും. 12 മണിവരെയൊക്കെ ഇരിക്കുവായിരുന്നു. ചെറിയ കാര്യമല്ലല്ലോ. ചോറുന്നില്ല. രാത്രി 1 മണിവരയ്ക്ക് ഭക്ഷണം തിന്നാതിരുന്ന് പിന്നെ ഞങ്ങളോട് ഭക്ഷണം ചോദിക്കും. ആണോ? അങ്ങനെയൊക്കെ ഒരു സ്വഭാവം. ആദിത്യല്ല, ആര്യനാഥ്. എന്തായാലും ശരി, ആര്യനാഥൻ്റെ ആ ഒരു കാര്യത്തിൽ ദൈവം അത്ഭുതകരമായ ഒരു ഡെലിവറൻസ് കൊടുത്തു. നിങ്ങൾക്ക് സന്തോഷം വന്നാൽ കൈയടിക്കണം. ഹല്ലേലൂയ. നീ ഹാപ്പിയാണോ? ഹാപ്പി. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തുതിച്ചിടുക മനമേ, തപ്പുകളോടെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെട്ടത് കണ്ടോ? യേശു ക്രിസ്തുവിനെ അവർ വിളിച്ച് പ്രാർത്ഥിച്ച് ആ ശുശ്രൂഷയിൽ പങ്കുചേർന്നപ്പോൾ ആ കുടുംബത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹം. ഇപ്പം നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. പല നിയോഗങ്ങളും പ്രാർത്ഥനകളുമായിട്ടാണ് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. അത് കർത്താവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, അവൻ ഒരഭിഷേകമായി കൃപയായി നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങൾ ഉയർത്തി പിടിക്കുക. 2 കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കണം. അടുത്ത് നിൽക്കുന്നവർ 2-3 പേർ കേൾക്കാവുന്ന ഉച്ചത്തിൽ, ഭാര്യ ഭർത്താവ് ഒരുമിച്ചാണെങ്കിൽ 2 കരങ്ങൾ ഉയർത്തി കൈ കോർത്ത് പിടിച്ച് ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ സ്തുതിക്കുക, ശക്തിയോടെ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കരമടിച്ച് കരങ്ങളടിച്ച് ഇസ്രായേലിൻ പരിശുദ്ധനെ, ഭൂസ്വർഗ്ഗത്തിൻ ഉടയവനെ, സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴും നീ മാത്രം പരിശുദ്ധൻ. ശക്തിയോടെ കരങ്ങളടിച്ച് സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴും നീ മാത്രം പരിശുദ്ധൻ. കരമുയർത്തിയടിച്ച് പാവനനെ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, ആമേൻ. അമർത്യനെ നീ പരിശുദ്ധൻ, കൃപതോഗണമേ. പോരാ പാവനനെ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, അമർത്യനെ നീ പരിശുദ്ധൻ, കൃപതോഗണമേ. നന്നായിട്ട് അണങ്ങി ഈ സൈഡിലേക്ക് കടങ്ങി അടുത്ത് നിൽക്കുന്നവരേക്ക് നോക്കി പുഞ്ചിരിച്ച് ഈ ശുശ്രൂഷയുടെ സമയത്ത് ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി ഭവനത്തിലേക്ക് ഇറങ്ങി ഓരോ കുടുംബങ്ങളിലും തടസ്സങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും അഴിയുന്ന അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പോരാ കൈപ്പുള്ള ജനം മാധുര്യമാക്കി മാറ്റിയവൻ, മാറായിലെ കൈപ്പുള്ള ജനം മാധുര്യമാക്കി മാറ്റിയവൻ. കരങ്ങളടിച്ച് അലറി വരും ഒരു ചെങ്കടലിൽ പാതയൊരുക്കിയ
ദൈവം ചേർന്ന് അലറി വരുന്നൊരു ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം തുള്ളിച്ചാടി പാവനനെ നീ പരിശുദ്ധൻ ബലവാനെ നീ പരിശുദ്ധൻ അമർത്യനെ നീ പരിശുദ്ധൻ കൃപതൂകണമേ തുള്ളിച്ചാടി പാവനനെ നീ പരിശുദ്ധൻ ബലവാനെ നീ പരിശുദ്ധൻ അമർത്യനെ നീ പരിശുദ്ധൻ കൃപതൂകണമേ വേഗത്തിൽ 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 പാവനനെ നീ പരിശുദ്ധൻ ബലവാനെ നീ പരിശുദ്ധൻ അമർത്യനെ നീ പരിശുദ്ധൻ കൃപതൂകണമേ കരങ്ങൾ വീശി ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു ഉച്ചത്തിൽ സ്തുതിക്കട്ടെ ഹല 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 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും ഈശോ ഇന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം ഈശോ സ്വീകരിക്കട്ടെ. ആമേൻ. ആമേൻ. ശാന്തമായി കസാരയിലേക്ക് ഇരുന്ന് വചനം ശ്രമിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഇപ്രകാരമാണ്: യേശു ക്രിസ്തു ഒരേ ഒരു ദൈവം, സത്യദൈവം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 തിമോത്തി 2-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, 1 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 5. എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവ് ഒരു ദൈവ പൈതലിനുണ്ടാകണം. ദൈവത്തിനും മനുഷ്യർക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രിയപ്പെട്ടവർ, യേശു ക്രിസ്തുവാണ് ഒരേ ഒരു ദൈവം. ആ ഒരു സത്യം ഒരു ദൈവ പൈതൽ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ വേറൊന്നും അവനെ സ്വന്തമാക്കേണ്ട ആവശ്യമില്ല. ഈ തിരിച്ചറിവിന്ന് ലോകത്തിനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവൻ എല്ലാം ഉപേക്ഷിക്കും. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ യേശുവിന് വേണ്ടി ജീവിക്കും. യേശുവിനെ ഏറ്റുപറയും. ആരുടെ മുമ്പിൽ ഏറ്റുപറയും? ഞാൻ ഈശോയെ ഇങ്ങനെ ഈ ഒരു വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ബൈബിളിൽ തന്നെ മറ്റൊരു സംഭവം കർത്താവ് കാണിച്ചു തന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അത് ഇപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സമരിയാക്കാരി സ്ത്രീയുടെ ആ ഒരു മാനസാന്തരത്തെക്കുറിച്ച്. ഇതാ ഈശോ സമരിയായിലൂടെ കടന്നു പോകുമ്പോൾ ആ സമരിയായിലെ തന്നെ പട്ടണമായ സിക്കാർ പട്ടണത്തിൽ കർത്താവ് വരും. യാക്കോബ് തൻ്റെ മകനായ ജോസഫിന് കൊടുത്ത വയലിനടുത്ത് യാക്കോബിൻ്റെ കിണർ എന്നാണ് അറിയപ്പെടുന്നത്. ആ കിണറ്റിൻ കരയിൽ ഈശോ വന്നിരിക്കുകയാണ്. നട്ടുച്ച സമയം. അപ്പോഴതാ ഒരു സുന്ദരിയായ സ്ത്രീ ആ കിണറ്റിൻ കരയിലേക്ക് വെള്ളം കോരാനായിട്ട് വരും. അവൾ വെള്ളം കോരാൻ വന്നു കഴിയുമ്പോൾ കർത്താവ് അവളോട് ചോദിക്കുകയാണ്, എനിക്ക് അല്പം വെള്ളം തരണം സഹോദരി എന്ന് പറയും. സഹോദരി, എനിക്ക് അല്പം വെള്ളം താ. അപ്പോൾ ആ പെൺകുട്ടി ഈശോയെ നോക്കി പറയുകയാണ്, യഹൂദനായ നീ സമരിയാക്കാരിയായി എന്നോട് എങ്ങനെ വെള്ളം ചോദിക്കുന്നു? എങ്ങനെ നിനക്ക് എന്നോട് വെള്ളം ചോദിക്കാൻ കഴിയും? കാരണം നമ്മുടെ ഈ ജാതികൾ തമ്മിൽ വളരെ ശത്രുതയിലാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കുമായിരുന്നു. ഞാൻ തന്ന വെള്ളം നീ കുടിച്ചാൽ പിന്നെ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നിൻ്റെ ഈ കയറില്ല, പാളയില്ല, ഒരു സജ്ജീകരണമില്ല, പിന്നെ എങ്ങനെ നീ വെള്ളം കോരും? എങ്ങനെ നീ വെള്ളം കോരും? അപ്പോൾ ഈശോ പറയാണ്, ഞാൻ നൽകുന്ന വെള്ളം നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന
അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ജലമാണ് നൽകുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വെള്ളം താ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ വെള്ളം തരാം, നീ വീട്ടിൽ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. അവൾ പെട്ടെന്ന് തരിച്ചുപോയി. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ, ഇവൻ പ്രവാചകനാണ്, ഇവൻ ക്രിസ്തുവാണ്, ഇവൻ കർത്താവാണ് എന്ന് അവൾ അപ്പോൾ ഏറ്റുപറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഓരോന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു ആ സ്ത്രീക്ക്. അവൾ അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ ദൈവമാണെന്ന്, യേശു ക്രിസ്തു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. അവൾ എന്താ ചെയ്തത്? അവൾ ചെയ്തതെന്നറിയാവോ? അപ്പോൾ തന്നെ കുടം താഴെ വെച്ചു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ ലിഖിതം, സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 4:28. ആ സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു. ആ സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഇതാ ഞാൻ ദൈവത്തെ കണ്ടു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് വെളിപ്പെടുത്തി തന്ന ഒരു ദൈവം, അവനെ ഞാൻ കണ്ടു. അവൻ നിസ്സാരക്കാരനല്ല, നിങ്ങളും വന്നവനെ കാണുവിൻ. സമരിയായിലെ ജനങ്ങൾ കൂട്ടമായി ഈശോയുടെ അടുക്കലേക്ക് വന്നു. അവർ ഈശോയുടെ വചനം കേട്ടു. അവരും തിരിച്ചറിഞ്ഞു ഇവനാണ് ദൈവം, സത്യദൈവം എന്നവൻ തിരിച്ചറിഞ്ഞു. അവർ പറയാണ്, യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 29-ാമത്തെ ലിഖിതം, സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 4:29, ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു. സമരിയാക്കാർ ഇത് കേട്ടു. അവർ കൂട്ടമായി ഈശോയുടെ അടുക്കിലേക്ക് വന്നു. അവൻ്റെ മുമ്പിലിരുന്നു. അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ ഓരോന്നോരോന്ന് അവർ കേട്ടു. അതവരുടെ ഹൃദയത്തിൽ മനപരിവർത്തനം ഉണ്ടാക്കി. അവർ പൊട്ടിക്കരഞ്ഞ് അവർ തിരിച്ചു വരികയാണ്. എന്നിട്ട് അവർ ആ സ്ത്രീയോട് തന്നെ വന്ന് പറയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു, അവൻ ദൈവമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നീ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നത്. അവൻ ആരാണെന്നും എന്താണെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അവൻ ദൈവമാണ്, യേശു ക്രിസ്തുവാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 42-ാമത്തെ ലിഖിതം, അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ജനം പറയാണ്, ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ. ഈ ഒരു തിരിച്ചറിവ് ഇന്ന് നമുക്കുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ, യേശു ക്രിസ്തുവിനെ രക്ഷകനായി ദൈവമായി ഏറ്റുപറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അത് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ കുറവുകൾക്കും നമ്മുടെ ബലഹീനതയ്ക്കും നമ്മുടെ കണ്ണുനീരിനും എല്ലാം ഉത്തരം ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുക, കണ്ടെത്തുക. യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുക, കണ്ടെത്തുക മാത്രമല്ല, അവനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി സ്വന്തമാക്കുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? അവൻ നമ്മളെ ഓരോരുത്തരെയും തൻ്റെ മകനും മകളുമായി, എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്ക് പറഞ്ഞാൽ മക്കളായി സ്വീകരിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ ലിഖിതം, സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 1:12, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. ഹല്ലേലൂയ. ദൈവമക്കളാകുവാൻ ഒരു ദൈവ പൈതലിന് ഇതിൽ കൂടുതൽ നീ വേറെ എന്താണ് കിട്ടാനുള്ളത്? ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുക, യേശു ക്രിസ്തുവിൻ്റെ മകനും മകളുമായി തീരുക. അതൊരു അഭിമാനത്തോടു കൂടെ പറയണം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മകനാണ്, യേശു ക്രിസ്തുവാണ് എൻ്റെ അപ്പൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിൻ്റെ വാഗ്ദാനമാണ്, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് മകനും മകളുമായി തീരാൻ ഞാൻ അവകാശം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഈ ഒരു യേശു ക്രിസ്തുവിൻ്റെ രക്ഷകൻ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ച ഒരു സയൻറ്റിസ്റ്റിനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇന്ന്
ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ആ സയൻറ്റിസ്റ്റ് സൗത്ത് കൊറിയയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലവും ജനിച്ച സ്ഥലമൊക്കെ. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് യങ് ഹൂം കിങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ്റെ IQ ലെവൽ എത്രയാണെന്നറിയാവോ? 276. ഈ 2025 വർഷം പിന്നിടുമ്പോൾ ലോകത്തിൽ ധാരാളം സയൻറ്റിസ്റ്റുകളും ഒത്തിരിയേറെ ബുദ്ധിമാന്മാരൊക്കെ വന്നിട്ടുണ്ട്. ആണ് 250 മേളിൽ അല്ലെങ്കിൽ 225 250 മേളിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് തിരിച്ചറിവില്ല. ഇദ്ദേഹത്തിൻ്റെ IQ ലെവൽ 276. ആ മനുഷ്യൻ അതായത് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു 3 കുറിപ്പുകളുണ്ട്. അതെന്നെ വളരെയേറെ സ്വാധീനിച്ചു. ഒന്നാമത് പറഞ്ഞെന്താ അറിയാവോ? ഒരു മനുഷ്യൻ്റെ ജന്മം തന്നെ ദൈവത്തെ അറിയാൻ. ഏത് ദൈവത്തെ അറിയാൻ? യേശു ക്രിസ്തുവായ ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത്. അത് എഴുതി വെച്ചിരിക്കുകയാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫൈനൽ ആൻഡ് പെർഫെക്റ്റ് റെവലേഷൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ ദൈവം. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ബൈബിളാണ് യഥാർത്ഥത്തിൽ സത്യം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഓരോന്നും ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവം തന്നെയാണ്. ബൈബിൾ ഈസ് ദ പെർഫെക്റ്റ്, ഇറ്റേണൽ ആൻഡ് ദ ഫൈനൽ വേർഡ് ഓഫ് ദ ഗോഡ്. Therefore, Bible does not need to be updated. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് വീണ്ടും ഒരു വ്യാഖ്യാനത്തിന് വീണ്ടും ഒരു റീറൈറ്റിന് ആവശ്യമില്ല. കാരണം അത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. മൂന്നാമതായി ആ മനുഷ്യൻ പറഞ്ഞിരിക്കുകയാണ്, കർത്താവാണ് വഴിയും സത്യവും ജീവനും. കർത്താവാണ് വഴിയും സത്യവും ജീവനും. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോഡ്, ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വർഷം നാം ദൈവത്തെ ആരാധിച്ചിട്ട് നടന്നിട്ട് ഈ ഒരു സയൻറ്റിസ്റ്റ് എത്രമാത്രം ബുദ്ധിമാനാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തി. ആ മനുഷ്യൻ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവാണ് ദൈവം, യേശുവാണ് വഴി, യേശുവാണ് സത്യം, ബൈബിളാണ് യഥാർത്ഥ അൾട്ടിമേറ്റ് സത്യം അല്ലെങ്കിൽ ട്രൂത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 6-ാമത്തെ ലിഖിതം, സെയിന്റ് ജോൺ ചാപ്റ്റർ 14:6, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ എത്ര നാളായി പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാനം കൂടുന്നു, വചനം കേൾക്കുന്നു? നിങ്ങൾക്ക് പരാതിയാണ്, ഈശോ എന്നെ സഹായിക്കുന്നില്ല, യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, യേശു എൻ്റെ കണ്ണുനീര് കാണുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു നിൻ്റെ കണ്ണുനീര് കാണാത്തതല്ല, നീ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാത്തതാണ് ഇന്നിൻ്റെ പ്രശ്നം. യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് തിരിച്ചറിഞ്ഞാൽ, വചനം പറഞ്ഞല്ലോ, ദൈവമക്കളാകും. ഒരു മകന്, ഒരു മകൾക്ക് തൻ്റെ അപ്പനോടും അമ്മയോടും ചോദിക്കാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്? ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതവന് ചോദിക്കാം. ആ അപ്പന് കഴിവുണ്ടെങ്കിൽ അവനത് നൽകിയിരിക്കും. എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ ദൈവം ഒരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്, നീ എന്നെ രക്ഷകനായി ദൈവമായി സ്വീകരിക്കുമ്പോൾ നീ എൻ്റെ മകനും മകളുമാകും. ആ ദൈവത്തോട് നീ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ, നമുക്ക് അവൻ ചോദിക്കും നൽകാതിരിക്കുമോ? കടബാധ്യതയാകട്ടെ, രോഗങ്ങളാകട്ടെ, മക്കളില്ലാത്തവരും വീടില്ലാത്തവരും, അതുപോലെ കുടുംബ തകർച്ചയിരിക്കുന്നവരും, വലിയ വേദനയോടെ ഇരിക്കുന്നവർ, വലിയ അല്ലെങ്കിൽ മാരക രോഗത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ, മരണത്തോട് മല്ലടിച്ചിരിക്കുന്നവർ, അവൻ എന്ത് ചെയ്യണം? അത്തരത്തിൽ കൈപ്പേറിയ അനുഭവത്തിലൂടെ പോകുന്ന ഒരു ദൈവപൈതൽ എന്ത് ചെയ്യണം? ദൈവത്തെ, അത് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക മാത്രമല്ല, അവനെ എൻ്റെ ദൈവമായി ഏറ്റുപറയുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നമുക്ക് നന്മ ചെയ്യാനും നമുക്ക് എല്ലാ അനുഗ്രഹം തരാൻ വേണ്ടിയാണ് എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പാപത്തിൽ മുഴുകിക്കിടന്നിരുന്ന, അല്ലെങ്കിൽ പാപത്തിൽ മുങ്ങിത്താണ ജനത്തെ സ്വന്തമാക്കാൻ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കി തൻ്റെ മകനും മകളുമാക്കാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം
17-18 ലിഖിതങ്ങൾ. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 17-18. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നൊരു ദൈവവേദൽ ദൈവത്തിൻ്റെ കൃപയും അഭിഷേകം സ്വീകരിക്കുന്നില്ലെങ്കിൽ അവന് ദൈവത്തിലുള്ള യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ കർത്താവിന് സന്നിധിയിൽ പറയണം, ഈ തുടർന്നുള്ള ആരാധന സമയത്ത് പറയണം, യേശുക്രിസ്തുവാണ് എൻ്റെ ദൈവം, എൻ്റെ രക്ഷകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഖ്യാപിക്കണം. ആരുടെ മുമ്പിലും തലകുനിക്കാതെ പ്രഖ്യാപിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 9-ാം അധ്യായത്തിൽ ലിഖിതം, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു രക്ഷകനാണ്, അവൻ സത്യദൈവമാണ്. അവൻ ഈ ലോകത്തിൽ നിന്ന് പാട് പീഡകൾ പെട്ട് മരിച്ച് എന്നിട്ട് കല്ലറയിൽ അടക്കം ചെയ്തു. ആ കല്ലറ ഭേദിച്ച് ഉദ്ധാനം ചെയ്ത ഒരു ദൈവം, അവനാണ് എൻ്റെ ദൈവം എന്ന് നീ ഏറ്റുപറയുമ്പോൾ, ഹൃദയത്തിൽ നീ അത് പ്രഖ്യാപിക്കുമ്പോൾ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനായി നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവമാണ്, എൻ്റെ നാഥനാണ് എന്ന് ഏറ്റുപറഞ്ഞാൽ അവന് കർത്താവ് നൽകുന്ന വാഗ്ദാനമാണ്. തൻ്റെ മകനും മകളുമാക്കി സ്വന്തമാക്കി അവൻ്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റും. ഏത് സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ ദൈവത്തെ ഏറ്റുപറയാൻ എനിക്ക് സാധിക്കണം. ഈശോയെ, ഏതെങ്കിലും സാഹചര്യത്തിൽ കർത്താവിനെ ഞാൻ മറന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ ഞാൻ ഏറ്റുപറയുകയാണ്. ഒപ്പം എൻ്റെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും എല്ലാം ഈശോയെ, ഒരു മകൻ മകൾ എന്ന നിലയിൽ ഞാൻ അങ്ങയുടെ പാദത്തെങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ എല്ലാ ഉപജീവന മാർഗങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിലെ കരങ്ങൾ നീട്ടിപ്പിടിക്കുക. അച്ഛൻ പറഞ്ഞതും പറയാത്തവ ഏതെങ്കിലും മേഖലകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് ഇതാ കർത്താവ് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു. അവിടുത്തെ അഭിഷേകവും കൃപയും നിറയുകയാണ്. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുകയാണ്. നീ കർത്താവാണ്, നീ രക്ഷകനാണ്, നീ എൻ്റെ ദൈവമാണ്. നേറ്റ് പറയാൻ തക്ക വിധത്തിൽ കൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കട്ടെ. സകലം ഏറ്റെടുക്കട്ടെ. യേശുവേ, ചങ്കുപൊട്ടി വിളിച്ച കർത്താവേ,